ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ കുറിച്ചിട്ടാണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ നിന്ന് നേരെ ഡിഫറൻ്റ് ആണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെ ബിഹേവിയർ, എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ പ്രോപ്പർട്ടീസ്. ആദ്യമായി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നീട് കുറച്ച് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. Paramagnetic substances are those which develop feeble magnetism in the direction of the magnetizing field. Such substances are feebly attracted by magnets and tend to move from weaker to stronger parts of a magnetic field. നമ്മൾ നേരത്തെ കണ്ട ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് നേരെ വിപരീതമാണ് ആര്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിപരീതം എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ ദോസ് വിച്ച് ഡെവലപ്പ് ഫീബിൾ മാഗ്നറ്റിസം. അത് ശരിയാണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളും വളരെ ചെറിയൊരു മാഗ്നറ്റിസമാണ് ഡെവലപ്പ് ചെയ്തിരുന്നുള്ളൂ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളും വളരെ ചെറിയൊരു മാഗ്നറ്റിസമാണ് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ ഫീബിൾ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്തു ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളും അവരുടേതായ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സച്ച് സബ്സ്റ്റൻസസ് ഫീബിളി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ്സ്. ഡയാമാഗ്നറ്റുകൾ അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായി റിപ്പൽ ചെയ്യുകയായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. സച്ച് സബ്സ്റ്റൻസസ് ആർ ഫീബിളി, വളരെ ചെറിയൊരു അട്രാക്ഷനേ ഉള്ളൂ, ഫീബിളി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്സ് ആൻഡ് ടെൻഡ് ടു മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എങ്ങനെയായിരുന്നു പോയിരുന്നത്? സ്ട്രോങ്ങർ പാർട്സിൽ നിന്ന് വീക്കർ പാർട്സിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അവർക്ക് സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്ന് വീക്കർ ഫീൽഡിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. പക്ഷേ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് നേരെ തിരിച്ചാണ്. അതായത് അവരെങ്ങോട്ടാണ് പോകാൻ ടെൻഡൻസി? ആൻഡ് ടെൻഡ് ടു മൂവ് ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ പാർട്സ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഡയാമാഗ്നറ്റിസം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. പിന്നെ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് പറയണമെങ്കിൽ ഒരു കാര്യം ചിന്തിക്കാം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഫീബിൾ മാഗ്നറ്റിസം മാത്രമേ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളും പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ പുറമേ നിന്ന് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവിടെയുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ പുറമേ നിന്ന് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും സ്വന്തമായി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത്തരത്തിലുള്ള കുറച്ച് പോയിന്റുകൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെയും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളുടെയും കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. മാംഗനീസ്, അലുമിനിയം, ക്രോമിയം, പ്ലാറ്റിനം, സോഡിയം, കോപ്പർ ക്ലോറൈഡ്, ഓക്സിജൻ അറ്റ് STP എക്സെട്ര. ഇവയൊക്കെ നമ്മുടെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിളുകളാണ്. നമുക്കൊന്ന് ഓർത്ത് വയ്ക്കുക, വളരെ ചെറിയ മാഗ്നറ്റിസം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ മാഗ്നറ്റൈസിങ് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഡയറക്ഷൻ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷന് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ആയിരിക്കും. പുറമേയുള്ള മാഗ്നറ്റിക് ഫീൽഡിനോട് ഒരു അട്രാക്റ്റീവ് ടെൻഡൻസി ആയിരിക്കും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ എവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി? വീക്കർ പാർട്സിൽ നിന്ന് സ്ട്രോങ്ങർ പാർട്സിലേക്ക്, അല്ലെങ്കിൽ വീക്കർ ഫീൽഡിൽ നിന്ന് സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് മൂവ് ചെയ്യാനായിട്ടായിരിക്കും നമ്മുടെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കുക. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഒറിജിൻ ഓഫ് പാരാമാഗ്നറ്റിസം. നേരത്തെ നമ്മൾ ഒറിജിൻ ഓഫ് ഡയാമാഗ്നറ്റിസം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു
പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ദ ഇൻഡിവിജ്വൽ ആറ്റംസ് ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ possess a permanent magnetic dipole moment of their own. നേരത്തെ നമ്മൾ പറഞ്ഞ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിലെ ആറ്റങ്ങൾക്ക് ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരുന്നു. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിലെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. നമ്മൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് സ്വന്തമായി എന്തുണ്ട്? മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്. ഓക്കെ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നിന്ന് നേരെ വിപരീതമാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ ഒരു ആറ്റത്തിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരുന്നു. പക്ഷേ ഇവിടെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഒരു ആറ്റത്തിൻ്റെ കാര്യമാണ്, ഒരു ആറ്റത്തിന് സ്വന്തമായി മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്. അതാണ് ഫസ്റ്റത്തെ സെൻറ്റൻസ് പറയുന്നത്. ദ ഇൻഡിവിജ്വൽ ആറ്റംസ്, ഓരോ ആറ്റങ്ങളും ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ പൊസസ് എ പെർമനൻറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദെയർ ഓൺ. സ്വന്തമായി പെർമനൻ്റ് ആയിട്ടുള്ള, അതായത് മാറാത്ത ഓരോ ആറ്റത്തിനും പെർമനൻ്റായി ഓരോ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്, സ്വന്തമായി ഉണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ബട്ട് ഡ്യൂ ടു ദ റാൻഡം തെർമൽ മോഷൻ ഓഫ് ദി ആറ്റംസ് നോ നെറ്റ് മാഗ്നറ്റൈസേഷൻ ഈസ് സീൻ. ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിന് ഡയറക്ഷൻ ഉണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഡയറക്ഷൻ നേരെ മുകളിലേക്കാണെന്ന് വിചാരിക്കുക. ഒരു ആറ്റത്തിൻ്റെ, ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരുപാട് ആറ്റം ഉണ്ടാവും. അതിൽ ഒരു ആറ്റം എടുക്കുക. ഒരു ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെന്ന് വിചാരിക്കുക. ഒരുപാട് ആറ്റം ഉള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡയറക്ഷൻ താഴേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റുകളും ക്യാൻസൽ ചെയ്തു പോകും. ഇനി മറ്റൊരു ആറ്റം എടുത്തു നോക്കാം. മറ്റൊരു ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എൻ്റെ ലെഫ്റ്റിലേക്കാണെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് ആറ്റങ്ങളിൽ വേറെ ഏതെങ്കിലും ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഒരുപക്ഷെ റൈറ്റിലേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ആറ്റം അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് മൊമെൻറ്റ് ഡയറക്ഷൻ മുകളിലേക്ക്, രണ്ടാമത്തേതിൻ്റെ താഴേക്ക് ക്യാൻസൽ ചെയ്തു പോയി. മൂന്നാമത്തേതിൻ്റെ ലെഫ്റ്റിലേക്ക്, നാലാമത്തേതിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, അതും ക്യാൻസൽ ചെയ്തു പോയി. റാൻഡം ഓറിയൻറ്റേഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ റാൻഡം മോഷൻ ആയതുകൊണ്ട് എല്ലാ ആറ്റങ്ങളുടെയും ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് 0 ആയിരിക്കും. ഓരോ ആറ്റങ്ങൾക്കും മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ഒരു സബ്സ്റ്റൻസ് എടുത്ത് അതിലുള്ള എല്ലാ ആറ്റങ്ങളുടെയും ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ 0 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെക്കാനായിട്ട് പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് the individual atomic dipole moment can be made to align and point in the same direction as external magnetic field. വളരെ രസകരമായ ഒരു കാര്യമാണ്. നമ്മൾ ആദ്യത്തെ ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? നേരെ മുകളിലേക്കായിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റുകളും ക്യാൻസൽ ചെയ്തു പോയത്. മൂന്നാമത്തേതിൻ്റെ ലെഫ്റ്റിലേക്കായിരുന്നു, നാലാമത്തേതിൻ്റെ റൈറ്റിലേക്കും, രണ്ടും ക്യാൻസൽ ചെയ്തു പോയി. പല ഡയറക്ഷനുകളിൽ ഓറിയൻറ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ് അവിടെയുള്ള മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ക്യാൻസൽ ചെയ്തു പോയത്. പക്ഷേ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിയും. മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണലായി കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെന്ന് വിചാരിക്കുക. എൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, എക്സ്റ്റേണലായി കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ
ഓരോ ആറ്റത്തിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ് ആ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യും. അതായത് മുകളിലേക്ക് പോയിരുന്ന ഡൈപോൾ മൊമെൻറ്റ് നേരെ എൻ്റെ ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യും. താഴേക്ക് പോയിരുന്ന ഡൈപോൾ മൊമെൻറ്റും എൻ്റെ ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യും. ലെഫ്റ്റിലേക്ക് പോയിരുന്നതിന് മാറ്റമൊന്നും സംഭവിക്കില്ല. റൈറ്റിലേക്ക് പോയിരുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് 180 ഡിഗ്രി തിരിഞ്ഞ് എൻ്റെ ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യും. അതായത് എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റുകളും എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യും. എല്ലാം കൂടി നിങ്ങൾ സം എടുത്തു കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 0 കിട്ടുകയില്ല. ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വിൽ നോട്ട് ബി 0. ഒരിക്കലും അത് എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. എപ്പോൾ? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷം. ഓക്കെ, നോക്കാം നമുക്ക്. Atomic dipole moment can be made to align and point in the same direction as external magnetic field. Thus, the substance develops a net magnetic moment in the same direction of applied field and hence attracted. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് വന്ന് അലൈൻ ചെയ്യും. എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റും നിങ്ങൾക്ക് സുഖമായി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ആ മെറ്റീരിയൽ, ആ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് സ്വന്തമായിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇനി 0 ആകെ പോവില്ല. ആ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് സ്വന്തമായി ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാകും. അത് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇത്രയുമാണ് നമുക്ക് ഒറിജിൻ ഓഫ് പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന സബ് ടോപ്പിക്കിൻ്റെ കീഴിൽ പറയാനുള്ളത്.